നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു മുൻവർഷ ചോദ്യപേപ്പർ എടുത്ത് അതിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് നോക്കുകയാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് പലതവണ നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയാൽ ഇത് പല പരീക്ഷകളിലായിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഈ ഒരു 10 ചോദ്യവും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് അതുപോലെ പഠിച്ചു വെക്കുക, അതാണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലോട്ട് പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: ശരിയായ പദം കണ്ടെത്തുക. നമ്മളോട് എപ്പോഴും അതിഥി എന്ന വാക്കിന് ശരിയായിട്ട് എങ്ങനെയാണ് എഴുതുന്നതെന്ന് എപ്പോഴും ചോദിക്കാറുള്ളതാണല്ലേ. ഇവിടെ നമ്മൾ രഥത്തിൻ്റെ ദായാണ് ഉപയോഗിക്കുന്നത്, അതൊന്ന് ഓർത്ത് വെക്കുക. അതിഥി രഥത്തിൽ വന്നു എന്നുമല്ലോ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ രഥം എന്നെഴുതുന്നതിനും അതിഥി എന്നെഴുതുന്നതിനും ഒരേ ധായാണ് ഉപയോഗിക്കുന്നത്. അതാണ് നമ്മൾ ഈ പദം ശരിയായിട്ട് എഴുതാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമതായിട്ട് ഇവിടെ അതിഥി തായാണ് ഉപയോഗിക്കുന്നത്, അതും കൂടി ഒന്ന് ഓർത്ത് വെക്കുക. ശരിയായ രീതിയിൽ അതിഥി എന്നെഴുതുന്നത് ഇങ്ങനെ തന്നെയാണ്. ഇനി ഒരിക്കലും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടുത്തരുത്. എങ്ങനെയാണ് അതിഥി എന്ന് എഴുതുക, ഇത് എപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഇമ്പോർട്ടൻറ്റുമാണ്. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദം കണ്ടെത്തുക. നീചം എന്ന പദത്തിൻ്റെ വിപരീതം എന്താണ്? ഉച്ചം അല്ലേ. നീചം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഉച്ചം. എന്താണ്? നീചം എന്ന പദത്തിൻ്റെ വിപരീത പദമാണ് ഉച്ചം. കാലത്തിന് യോജിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? കാലോചിതം അല്ലേ. കാലത്തിന് യോജിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് കാലോചിതം. എന്താണ്? കാലത്തിന് യോജിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് കാലോചിതം. രക്തത്തിൻ്റെ പര്യായപദം എന്താണ്? രക്തത്തിൻ്റെ പര്യായപദമാണ് രുധിരം. എന്താണ്? രക്തത്തിൻ്റെ പര്യായപദമാണ് രുധിരം. എള്ളു കീറുക, ഈ ഒരു ശൈലിയുടെ അർത്ഥം എന്താണ്? എള്ളു കീറുക എന്ന് പറഞ്ഞാൽ കർശനമായി പെരുമാറുക. എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം കർശനമായിട്ട് പെരുമാറുക എന്നാണ് അല്ലേ. സിംഹിയുടെ പുല്ലിംഗം എന്താണ്? സിംഹിയുടെ പുല്ലിംഗമാണ് സിംഹം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചിലപ്പോൾ ചോദിച്ചിട്ടുള്ളത് സിംഹത്തിൻ്റെ സ്ത്രീലിംഗം എന്താണെന്നാണ്. സിംഹിയാണ് സിംഹത്തിൻ്റെ സ്ത്രീലിംഗം, സിംഹിയുടെ പുല്ലിംഗമാണ് സിംഹം. പ്രൊബേഷൻ എന്താണ്? പ്രൊബേഷൻ്റെ ശരിയായ മലയാള പരിഭാഷ നോക്കിയാൽ പ്രൊബേഷൻ എന്നാൽ നിരീക്ഷണഘട്ടം എന്നാണ്. എന്താണ്? പ്രൊബേഷൻ എന്നാൽ നിരീക്ഷണഘട്ടമാണ് പ്രൊബേഷൻ. വരികടോ എങ്ങനെയാണ് പിരിച്ചെഴുതുക? വരിക അധികം എടോ ആണ് വരികടോ. വരികടോ എങ്ങനെയാണ് പിരിച്ചെഴുതുക? വരിക അധികം എടോ ആണ് വരികടോ. പൂജക ബഹുവചനം ഏതാണ് ഈ കൂട്ടത്തിൽ പൂജക ബഹുവചനം? വൈദ്യരാണല്ലേ. വൈദ്യരാണ് പൂജക ബഹുവചനം. എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് വിൺ അധികം തലം ചേർത്തെഴുതുക. സാധാരണ നമ്മളോട് വിൺതലം പിരിച്ചെഴുതാനാണ് മിക്കപ്പോഴും ചോദിക്കാറ്. ഇത് വിൺ അധികം തലം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ്? വിണ്ടലം. വിൺ അധികം തലം ചേർത്തെഴുതുമ്പോൾ വിണ്ടലം. ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, കുറച്ചൊക്കെ പരീക്ഷകൾ ഇതിനു മുൻപ് എഴുതിയിട്ടുള്ളവർക്കാണെങ്കിൽ വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ ഓരോ ചോദ്യങ്ങളും പല പരീക്ഷകളിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ചോദ്യവും മുൻവർഷ ചോദ്യങ്ങളാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ അതങ്ങ് പഠിച്ചു വെക്കാം അല്ലേ. ശരിയായ പദം എങ്ങനെയാണ്? അതിഥി എന്ന് ശരിയായി എഴുതുന്നത് എങ്ങനെയാണ്? ഇനി അത് മറക്കാൻ പാടില്ല. അതിഥി എന്ന് ശരിയായിട്ട് എഴുതുന്നത് നോക്കി പഠിച്ചു വെക്കുക. നീചം എന്ന പദത്തിൻ്റെ വിപരീതമാണ് ഉച്ചം. നീചം ഉച്ചം, ഉച്ചം നീചം അല്ലേ. നീചം ഉച്ചം, അതങ്ങ് പഠിച്ചു വെക്കുക. കാലത്തിന് യോജിച്ചത് ഒറ്റ പദമാണെങ്കിൽ അത് കാലോചിതമാണ്. കാലോചിതമായ പ്രവൃത്തി എന്താണ്? കാലത്തിന് യോജിച്ച പ്രവൃത്തി എന്നല്ലേ. അപ്പോൾ കാലോചിതം എന്നാൽ എന്താണ്? കാലത്തിന് യോജിച്ചതാണ് കാലോചിതം. രക്തത്തിൻ്റെ പര്യായ പദമാണ് രുധിരം. എന്താണ്? രക്തത്തിൻ്റെ പര്യായ പദമാണ് രുധിരം. എള്ളു കീറുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? കർശനമായി പെരുമാറുക. എള്ളു കീറുക എന്നാൽ കർശനമായി പെരുമാറുക. സിംഹിയുടെ പുല്ലിംഗം എന്താണ്? സിംഹിയുടെ പുല്ലിംഗമാണ് സിംഹം. പ്രൊബേഷൻ്റെ ശരിയായ മലയാള പരിഭാഷ എന്താണ്? നിരീക്ഷണഘട്ടമാണ് പ്രൊബേഷൻ. എന്താണ്? നിരീക്ഷണഘട്ടമാണ് പ്രൊബേഷൻ.
വരികടോ, വരികടോ പിരിച്ചെഴുതുമ്പോൾ വരിക അധികം എടോ ആണ് വരികടോ. വരികടോ എന്താണ്? വരിക അധികം എടോ ആണ് വരികടോ. പൂജക ബഹുവചനം ഏതാണ്? മടിയർ, പണക്കാർ, മിടുക്കർ, വൈദ്യർ. ഇതിൽ പൂജക ബഹുവചനം എന്നാൽ വൈദ്യരാണ്. ഈ ഓപ്ഷൻസിൽ വൈദ്യരാണ് പൂജക ബഹുവചനം. വിൺ അധികം തലം ചേർത്തെഴുതുമ്പോഴെന്താണ്? വിണ്ടലമാകും അല്ലേ? വിൺ അധികം തലം ചേർത്തെഴുതുമ്പോഴാണ് വിണ്ടലമാകുന്നത്. അപ്പോൾ ഈ ഒരു 10 ചോദ്യം എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരാവർത്തി കൂടി ക്ലാസ് കേൾക്കുക. ഇനി ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്താണ്? ഒരിക്കലും മറക്കില്ല. അപ്പോൾ കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.